നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അറേസിനെ കുറിച്ചാണ്. സോ സാധാരണ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണമായി ഞാനിവിടെ സ്ട്രിങ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ബനാന എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്ക് സാധാരണ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ആ വേരിയബിളിനെ അറേ വേരിയബിളാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ഒരു വേരിയബിളിനെ അറേ വാല്യൂ ആയി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്ത ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ സ്ട്രിങ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. അതിനുശേഷം വേരിയബിൾ നെയിം ഫ്രൂട്ട്സ് എന്ന് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അറേ വേരിയബിളാണ്. സോ ഇതിൽ നമുക്ക് ഒരുപാട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു കർലി ബ്രാക്കറ്റിനുള്ളിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഇതുപോലെ. സോ നമ്മളിപ്പോൾ ഇതിൽ ബനാന എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അതുപോലെ നമ്മൾ ആപ്പിൾ, അതുപോലെ ഗ്രേപ്സ്, അതുപോലെ മെലൺ, ഇതുപോലെ 4 ഫ്രൂട്ട്സിൻ്റെ പേര് നമ്മൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേ വേരിയബിൾ സ്റ്റോർ ചെയ്തു. സോ നമ്മൾ അറേ വേരിയബിളായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് അറേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതുപോലെ വാല്യൂസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വേരിയബിൾ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അറേ വേരിയബിളിൽ ഒരുപാട് വാല്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ എസ് ഔട്ട് ഇത് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ സാധാരണയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ നെയിം ആയിരിക്കും കൊടുക്കുക. എന്നാൽ അറേ വേരിയബിൾ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് കാണിക്കില്ല. സോ അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വേരിയബിൾസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻഡെക്സ് നമ്പർ കൂടി കൊടുക്കണം. ഉദാഹരണമായി നമ്മുടെ ഈ അറേയിൽ ഏകദേശം 4 വാല്യൂസ് ആണുള്ളത്. സോ ഈ ബനാന, ആപ്പിൾ, ഗ്രേപ്സ്, മെലൺ ഈ 4 വാല്യൂസിനും ഓരോ ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഒരു ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നായിരിക്കും. സോ അതായത് ബനാനയുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ആപ്പിളിൻ്റെത് 1 ആയിരിക്കും, ഗ്രേപ്സ് 2 ആയിരിക്കും, മെലൺ 3 ആയിരിക്കും. സോ നമുക്ക് ഈ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വേരിയബിൾ നെയിമിൻ്റെ കൂടെ ഇൻഡെക്സ് നമ്പർ കൂടി കൊടുക്കണം. സോ നമുക്ക് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ അറേസ് വേരിയബിൾ ഒരു വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ വരും. സോ ഇതിൽ ബനാന എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ 0, ആപ്പിൾ എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 1, ഗ്രേപ്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 2, മെലൺ എന്ന് പറയുന്നതിൻ്റെ ഇൻഡെക്സ് നമ്പർ 3. ഇപ്പോൾ നമ്മൾ 4 എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. ഓരോ എലമെൻറ്റ്സിനും ഓരോ ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. അത് 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിതുപോലെ എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും ഒരു അറേയിൽ കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇതിൽ ആദ്യത്തെ ബനാനയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് വേരിയബിൾ നെയിമിൻ്റെ കൂടെ ഇൻഡെക്സ് നമ്പർ കൂടി കൊടുക്കണം. സോ ബനാനയുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് എഴുതിയ ശേഷം നമ്മൾ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ഈ അറേയിലെ ആദ്യത്തെ എലമെൻ്റായ ബനാനയാണ് ആക്സസ് ചെയ്യുന്നത്. സോ ബനാനയുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ആ 0 നമ്മളിവിടെ കൊടുക്കുന്നു. ശേഷം നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബനാന എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. നമ്മൾ ഇൻഡെക്സ് നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എലമെൻ്റായ ആപ്പിൾ എന്ന റിസൾട്ടായിരിക്കും ലഭിക്കുക. നമുക്ക് ഈ മെലൺ എന്ന് പറയുന്ന റിസൾട്ടാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 0, 1, 2, 3 മെലൻ്റെ ഇൻഡെക്സ് നമ്പറായ 3 ആണ് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കേണ്ടത്. സോ നമുക്ക് ഇത്തരത്തിൽ ഒരു അറേസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ വാല്യൂ അസൈൻ ചെയ്യാം. സോ നമുക്ക് താഴെ കാണുന്ന രീതിയിൽ നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊടുത്ത് അതിലെ ഓരോ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ. സോ ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വേരിയബിളിൻ്റെ പേര് ഞാൻ നമ്പേഴ്സ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കർലി ബ്രാക്കറ്റിനുള്ളിൽ ഞാനിവിടെ 10, 20, 30, 40 സോ ഇതുപോലെ കൊടുക്കുന്നു. സോ ഇത് നമ്മൾ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ വരും. സോ 10ൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, 20ൻ്റെ 1 ആയിരിക്കും, 30ൻ്റെ 2 ആയിരിക്കും, 40ൻ്റെ 3 ആയിരിക്കും. ഈ 20 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ചെയ്യേണ്ടത് നമ്പേഴ്സ് എന്ന് എഴുതിയ ശേഷം 20ൻ്റെ ഇൻഡെക്സ് നമ്പറായ 1 നമ്മൾ എൻ്റർ ചെയ്യുന്നു. ശേഷം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. നമുക്കിവിടെ 20 എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. സോ ഇനി എനിക്ക് 20ഉം 40ഉം തമ്മിൽ കൂട്ടണമെങ്കിൽ സോ നമ്പേഴ്സ് ഇൻഡെക്സ് 1 പ്ലസ് നമ്പേഴ്സ് ഇൻഡെക്സ് 40 ഇൻഡെക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആണ്. സോ നമ്മൾ 3 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 20 + 40 60 ലഭിക്കണം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം.
സോ നമുക്കിവിടെ 60 എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. സോ ഇതുപോലെ നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ അറേസിനുള്ളിലുള്ള എലമെൻറ്റിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സോ ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ അറേ വേരിയബിൾ നമ്പർ 0 എന്ന് പറയുന്നത് ബനാനയാണ്. സോ നമുക്ക് റൺ ചെയ്താൽ ഇവിടെ കാണാൻ കഴിയും ബനാന എന്ന റിസൾട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് കൊടുത്ത ശേഷം ഇൻഡെക്സ് നമ്പർ 0 കൊടുത്ത ശേഷം ഇതിൽ ഞാൻ ഓറഞ്ച് എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ സെയിം കോഡ് ഇവിടെ ഇതിന് താഴെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ബനാന എന്ന് കിട്ടി, രണ്ടാമത്തേതിൽ ഓറഞ്ച് എന്ന് കിട്ടി. അതിന് കാരണം നമ്മളിവിടെ ഫ്രൂട്ട്സ് വേരിയബിൾ ഇൻഡെക്സ് നമ്പർ 0 കൊടുത്ത ശേഷം നമ്മൾ അവിടെ ഓറഞ്ച് എന്ന വാല്യൂ അസൈൻ ചെയ്തു. സോ ഇങ്ങനെ ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബനാന എന്ന് പറയുന്ന വാല്യൂ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തു. ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഓറഞ്ചായി മാറി. ശേഷം നമ്മൾ അതേ സെയിം എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഓറഞ്ച് എന്നാണ്. ഇതുപോലെ നമുക്ക് അറേസിനുള്ളിലെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ഒരു അറേയുടെ ലെങ്ത് എങ്ങനെ കാണാമെന്ന് നോക്കാം. അറേയുടെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അറേ വേരിയബിളിൽ നമ്മൾ എത്ര വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അറേയിനുള്ളിലെ എലമെൻസിൻ്റെ എണ്ണം എത്രയാണോ ആ ഒരു എണ്ണത്തെയാണ് നമ്മൾ അറേയുടെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേക്കുള്ളിൽ ബനാന, ആപ്പിൾ, ഗ്രേപ്സ്, മെലൺ 4 എലമെൻറ്റ്സ് ആണുള്ളത്. സോ ഇതിൻ്റെ ഒരു അറേയുടെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അറേയുടെ പേര് കൊടുത്ത ശേഷം ഫ്രൂട്ട്സ് ഡോട്ട് കൊടുത്ത ശേഷം ഈ ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. സോ ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേക്കുള്ളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണാൻ കഴിയും. അതാണ് ഒരു അറേയുടെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ 4 എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടി. സോ ഇനി നമുക്ക് അറേയുടെ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കൊരു ഈ ഒരു ഫോർ ലൂപ്പും ഉപയോഗിച്ച് നമുക്ക് ഒരു അറേക്കുള്ളിലെ വാല്യൂസിനെ 1 by 1 പ്രിൻറ്റ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇൻറ്റ് i0 i ലെസ് ദാൻ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് പ്ലസ് പ്ലസ് i. ശേഷം നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യമായി i എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്തു. i ലെസ് ദാൻ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത്, i എന്ന് പറയുന്നത് അറേയുടെ ലെങ്ത്തിനേക്കാൾ കുറവാണെന്ന് ചെക്ക് ചെയ്തു. ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. സോ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഇൻഡെക്സ് i എന്ന് കൊടുക്കാം. സോ നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേ വേരിയബിളിനുള്ളിലെ 4 വാല്യൂസും നമുക്ക് പ്രിൻ്റായി ലഭിക്കുന്നതാണ്. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം ബനാന, ആപ്പിൾ, ഗ്രേപ്സ്, മെലൺ. സോ ഇതുപോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരു അറേ വേരിയബിളിനുള്ളിലെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേസിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തത് ഒരു വേരിയബിളിൽ ഒരു അറേ ആയിരുന്നു. സോ നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് മൾട്ടി ഡയമെൻഷണൽ അറേ പ്രകാരം നമുക്ക് ഒരു വേരിയബിളിനുള്ളിൽ ഒന്നിൽ കൂടുതൽ അറേസ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാനിവിടെ ആദ്യമായി ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. സോ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 ഡയമെൻഷണൽ അറേ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് അറേ, എത്രാമത്തെ അറേ ആണ് എന്നാണ്, അറേയുടെ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് അറേക്കുള്ളിലുള്ള എലമെൻസിൻ്റെ ഇൻഡെക്സ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തത് അറേയുടെ ഇൻഡെക്സ് നമ്പർ, രണ്ടാമത്തത് അറേക്കുള്ളിലുള്ള എലമെൻസിൻ്റെ ഇൻഡെക്സ് നമ്പർ. ശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു, നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു. ശേഷം നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ അറേ നമ്മൾ 10, 20, 30, 40. സോ നമ്മുടെ ആദ്യത്തെ അറേ ആയി. അതിനുശേഷം നമ്മൾ കോമ കൊടുത്ത ശേഷം രണ്ടാമത്തെ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. 50, 60, 70, 80. ഈ രണ്ടാമത്തെ അറേ ആയി. നമുക്ക് ഇങ്ങനെ എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിപ്പോൾ 2 അറേ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ 2 അറേയായി നമ്മളൊരു കർലി ബ്രാക്കറ്റിനുള്ളിൽ ആക്കേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ 2 അറേ ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ അറേ എന്ന് പറയുന്നത് 10, 20, 30, 40 എന്ന് പറയുന്ന 4 വാല്യൂ. രണ്ടാമത്തേതിൽ 50, 60, 70, 80 എന്ന് പറയുന്ന ഒരു 4 വാല്യൂ ഉണ്ട്. സോ ഇതിനെ നമ്മളൊന്ന് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതേ രൂപത്തിൽ വരും. ആദ്യത്തെ അറേ എന്ന് പറയുന്നത് അറേയുടെ ഇൻഡെക്സ് നമ്പർ 0, 10, 20, 30, 40. രണ്ടാമത്തെ അറേ എന്ന് പറയുന്നത് അറേയുടെ ഇൻഡെക്സ് നമ്പർ 1, 50, 60, 70, 80. സോ ഓരോ അറേയുടെയും എലമെൻസിൻ്റെ ഇൻഡെക്സ് നമ്പർ നിങ്ങൾക്കിവിടെ കാണാം, 0, 1, 2, 3. സോ എനിക്കിവിടെ ഇപ്പോൾ 60 എന്ന് പറയുന്ന വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് വേരിയബിൾ നെയിം കൊടുത്ത ശേഷം ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ അറേ ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു 1. രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു, അതായത് 1. ഈ 1 നമുക്ക് ഇതുപോലെ ഈ റോ നമ്പർ, അതുപോലെ ഈ 1 എന്ന് പറയുന്നത് ഈ കോളം നമ്പർ. സോ നമുക്ക് ഇത് പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാം.
സോ നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ പോകുന്നത് 60 എന്ന് പറയുന്ന നമ്പറാണ്. സോ നമ്മൾ 60 എന്ന് പറയുന്ന നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നു. സോ നമ്മൾ ആദ്യം വേരിയബിൾ നെയിം കൊടുക്കുന്നു. ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അറേ ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. ആദ്യത്തെ അറേ 0 ഇൻഡെക്സ് നമ്പർ, രണ്ടാമത്തേത് 1. സോ 1 കൊടുക്കുന്നു. സോ ഈ അറയ്ക്കുള്ളിൽ 60 എന്ന് പറയുന്നത് എത്രാമത്തെ എലമെൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ എലമെൻ്റ് ആണ്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 50ൻ്റെ 0 ആണ്, 60ൻ്റെ 1 ആണ്. സോ നമ്മുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ശേഷം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടേണ്ടതുണ്ട്. സോ നമുക്കിവിടെ 60 എന്ന് കിട്ടി. അടുത്തതായി നമുക്ക് ഈ 30യും അതുപോലെ ഈ 70യും എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം നോക്കാം. സോ നമ്മളിവിടെ 30യുടെ അറേ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ 30യുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0, 1, 2 ആണ്. ശേഷം നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സൈൻ കൊടുക്കുന്നു. അതിനുശേഷം 70യുടെ അറേ എന്ന് പറയുന്നത് അറേ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 70യുടെ എലമെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0, 1, 2 ആണ്. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 70 + 30 100 ആണ്. സോ നമുക്കിവിടെ 100 എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. സോ ഇതേ രീതിയിൽ നമുക്ക് അറേസ് ക്രിയേറ്റ് ചെയ്ത് അതിലെ ഓരോ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.